പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. കളങ്കാവൽ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി പ്രതിനായകനായ വിനായകൻ നായകനായ ചിത്രം. ഇതിൻ്റെ 100 കോടിക്ക് വേണ്ടിയാണ് എല്ലാവരുടെയും കാത്തിരിപ്പ്. മലയാളത്തിലെ ഒരു ആദ്യത്തെ 50 കോടി മമ്മൂട്ടി ചിത്രം, മമ്മൂട്ടിയുടെ ആദ്യത്തെ 100 കോടി, ഇതിനൊക്കെ വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഈ ആഗ്രഹം സഫലീകരിക്കുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്കറിയാം. ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് കമൻ്റൊന്നും ഞാൻ പറയുന്നില്ല. പറയാനുള്ള കമൻ്റൊക്കെ നേരത്തെ പറഞ്ഞു. ചിലരൊക്കെ എന്നെ പൊങ്കാല ഇടാറുമുണ്ട്. ഇനി പൊങ്കാല വേണ്ട, നമ്മളെന്തിനാവശ്യമില്ലാത്ത കാര്യത്തിൽ തർക്കിക്കുന്നത് എന്ന് വിചാരിക്കുന്നത്. ഏതായാലും പലരും നമ്മളോട് ചോദിക്കുക, പൊങ്കാവലിൻ്റെ കളക്ഷൻ എങ്ങനെയാണ് ചേട്ടാ എന്ന് പലരും കമൻ്റായിട്ട് നോക്കൂ. അവരുടെ സന്തോഷത്തിന് വേണ്ടി, അവരോടുള്ള താല്പര്യം കൊണ്ട് നമ്മൾ ഇത് പങ്കുവെക്കുന്നേ ഉള്ളൂ. ഫാക്നിക് ട്രാക്കർമാർ പുറത്തുവിട്ട കണക്കാണ് നമുക്ക് പറയാനുള്ളത്. ചിലവരൊക്കെ 70 കോടിയൊക്കെ പറയുന്നത് കേട്ടു. ഇത് എവിടുന്ന് കിട്ടിയതാണെന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും നമുക്ക് കിട്ടിയ കണക്കും പ്രകാരം ഇന്നലെ കർണാടകത്തിൽ നിന്ന് 7 ലക്ഷം രൂപ മാത്രമേ ഇത് കളക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെ 2,32,00,000 കർണാടക കളക്ഷൻ എത്തുന്നു. ആന്ധ്രയിൽ നിന്ന് ഇന്നലെ 1 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് 33 ലക്ഷം രൂപയായി. തമിഴ്നാട്ടിൽ നിന്ന് ഇന്നലെ 13 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. 1,76,00,000 തമിഴ്നാട് കളക്ഷൻ ആവുന്നു. കേരളത്തിൽ നിന്ന് 2,10,00,000 രൂപയാണ് ഇന്നലെ കളക്ട് ചെയ്തത്. കേരളത്തിലെ കളക്ഷൻ 25,75,00,000 രൂപയാവുന്നു. ഹിന്ദി ബെൽറ്റിൽ നിന്ന് 4 ലക്ഷം രൂപ കളക്ട് ചെയ്ത ഈ ചിത്രം 84 ലക്ഷം രൂപയിലേക്ക് ചെന്ന് നിൽക്കുന്നു. അങ്ങനെ ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നത് 31 കോടി രൂപയാണ്. 31 കോടി ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നു. ഓവർസീസ് കളക്ഷനായിട്ട് 31,50,00,000 രൂപയും കാണിക്കുന്നു. അങ്ങനെ 62,50,00,000 ഈ ചിത്രം ചെന്നെത്തിയതായിട്ടാണ് നമുക്ക് കിട്ടുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി 70 എവിടെ എത്തും എന്ന് എനിക്കറിയില്ല. എത്ര ദിവസം പിടിക്കും എന്ന് നമുക്ക് അത്രമേൽ നിശ്ചയമില്ല. ഇന്നത്തെ കളക്ഷൻ നോക്കുമ്പോൾ സാമാന്യം ഭേദപ്പെട്ട ബുക്കിംഗ് തന്നെയാണ് നമുക്ക് കാണാൻ പോകുന്നത്. ചില സമയത്ത് 2,000, 3,000, 4,000 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നും ഏകദേശം ഇന്നലത്തെ കളക്ഷൻ ഒരു 4 കോടി റേഞ്ചിൽ തന്നെയുള്ള കളക്ഷൻ ഇന്നും പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ 66,50,00,000 ഇന്നുകൊണ്ട് ഈ ചിത്രം എത്തുമെന്നുള്ളത് ഉറപ്പാണ്. നാളെയും മറ്റന്നാൾ ശനി ഞായറും വളരെ നിർണായകമാകുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. കാരണം ശനി ഞായർ ദിവസങ്ങളിലാണ് മിക്കവാറും സിനിമകൾക്കൊക്കെ കളക്ഷൻ കൂടുന്നത്, പ്രത്യേകിച്ച് അവധി ദിവസമാണ്. അപ്പോൾ അത് എന്തുമാത്രം ചിത്രത്തിൻ്റെ കളക്ഷൻ എന്തുമാത്രം ഹൈ ആകും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ നാളത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നാളത്തെ ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ദിവസം കൂടെയാണ്. അത് കളക്ഷനെ ബാധിക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ളത് നാളെ കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റൂ. എന്നാലും ഞായറാഴ്ച പമ്പൻ കളക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പം ഞായറാഴ്ച കൊണ്ട് ഇതൊരു ചിത്രം 75 കോടിയിലേക്ക് എത്തും എന്ന് തന്നെ നമുക്ക് വിചാരിക്കുന്നു. പിന്നെ 100 കോടി, പിന്നെയും 3-4 ദിവസമുണ്ട്. 100 കോടി കളക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല, കാത്തിരുന്ന് കാണണം. കാരണം അനേകം ചിത്രങ്ങളാണ്. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബബ്ബ 18-ാം തീയതി, 25-ാം തീയതി നിവിൻ പോളിയുടെയും ഋഷഭ് എന്ന മോഹൻലാൽ ചിത്രവും വരുന്നു. അങ്ങനെ ഒട്ടനവധി ചിത്രങ്ങൾ ഇത് വരുന്നുണ്ട്. 2-ാം വാരത്തിൽ 300 തിയേറ്ററിലാണ് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്. പുതിയ ചിത്രങ്ങൾ വരുമ്പോൾ തിയേറ്ററിൻ്റെ എണ്ണം കുറയും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. അത് 100 കോടിയിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. ഞാൻ പ്രത്യേകിച്ച് കമൻ്റൊന്നും പറയുന്നില്ല. നിങ്ങൾ തന്നെ തീരുമാനിക്കും ഇത് 100 കോടി എത്തുമോ ഇല്ലയോ. 100 കോടി എത്തിയില്ലെങ്കിൽ വളരെയധികം കഷ്ടമാണ്. കാരണം മമ്മൂട്ടിയുടെ ഒരു 100 കോടിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഇപ്പോഴും മമ്മൂട്ടിക്കൊരു 100 കോടി ഇല്ല എന്നുള്ളത് നമുക്കൊരു വിഷമമാണ്. പിന്നെ പലരും പറയുന്ന കേൾക്കാം, 100 കോടിക്ക് വേണ്ടി, കോടികൾക്ക് വേണ്ടിയല്ല മമ്മൂട്ടി സിനിമ എടുക്കുന്നത്, മമ്മൂട്ടിയുടെ സിനിമ അഭിനയത്തിന് വേണ്ടിയാണ്, പുതുമയ്ക്ക് വേണ്ടിയാണെന്നൊക്കെ. ഇതൊരു വ്യവസായമാണ്. അപ്പം വ്യവസായത്തിൽ കാശ് മുടക്കി അത് കാശ് കൊയ്യുക എന്നുള്ളത് എല്ലാവരുടെയും മനസ്സിലുണ്ട്. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ കിട്ടാത്ത മുന്തിരി പുളിക്കും. അല്ലാതെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.